നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ആശുപത്രിയിൽ കിടത്തി ചികിത്സ കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പരിശോധനയ്ക്ക് ശേഷം നമ്മൾ നമ്മളുടെ കേസ് ഫയലോ സ്കാനിംഗ് റിപ്പോർട്ടുകളോ ലാബ് ഫലങ്ങളോ ഒക്കെ തിരികെ ചോദിക്കുമ്പോൾ ചില ആശുപത്രി അധികൃതർ സ്ഥിരമായി പറയാറുള്ളൊരു മറുപടിയുണ്ട്. ഇത് ആശുപത്രിയുടെ കേസ് ഫയലാണ്, രോഗിക്ക് വിട്ടു നൽകാൻ നിയമമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞേക്കാം, ബില്ല് മുഴുവനും അടച്ചു തീർക്കാതെ റിപ്പോർട്ടുകൾ തരാൻ കഴിയില്ല. എന്നാൽ ഒരു രോഗി എന്ന നിലയിൽ നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കുറിച്ചും നിങ്ങൾക്ക് ലഭിച്ച ചികിത്സയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പൂർണ്ണമായും അറിയാൻ, അതിൻ്റെ പകർപ്പ് കൈവശം വെക്കാൻ നിങ്ങൾക്ക് പൂർണ്ണമായ നിയമപരമായ അവകാശമുണ്ടെന്നുള്ള കാര്യം നിങ്ങളിൽ എത്ര പേർക്കറിയാം? നിയമമെന്ന് പറയുന്നത് രോഗിയുടെ ഭാഗത്താണോ അതോ ആശുപത്രികളുടെ ഭാഗത്താണോ? മെഡിക്കൽ റിപ്പോർട്ടുകൾ തടഞ്ഞു വെക്കാൻ ആശുപത്രിക്ക് അവകാശമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ത്യയിലെയും കേരളത്തിലെയും നിയമങ്ങളും നിർണായകമായ കോടതി വിധികളും മുൻനിർത്തി ഈ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരം ഇന്നത്തെ വീഡിയോയിലൂടെ ലളിതമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വ്യക്തമാക്കാം. ഹോസ്പിറ്റൽ സൂക്ഷിക്കുന്ന ആ കട്ടിയുള്ള കടലാസ് ഫയൽ, ഒരു ഫിസിക്കൽ ഫയൽ ഉണ്ടല്ലോ, അതോ കമ്പ്യൂട്ടറിലെ റെക്കോർഡോ ഭൗതികമായി ആശുപത്രിയുടെ കൈവശം ഇരിക്കാം. ഭാവിയിലെ നിയമപരമായ ആവശ്യങ്ങൾക്കും പഠനങ്ങൾക്കുമായി രേഖകൾ സൂക്ഷിച്ചു വെക്കാൻ ആശുപത്രികൾക്ക് ബാധ്യതയുണ്ട്. എന്നാൽ ആ ഫയലിനുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിങ്ങളുടെ രോഗവിവരങ്ങൾ, ഡോക്ടറുടെ കുറിപ്പുകൾ, പരിശോധനാ ഫലങ്ങൾ എന്നിവയുടെ യഥാർത്ഥ ഉടമസ്ഥാവകാശം നിങ്ങൾക്ക് തന്നെയാണ്, അതായത് ആ രോഗിക്ക് തന്നെയാണ്. കേസ് ഫയലിന്റെ ഒറിജിനൽ ആശുപത്രിയിൽ സൂക്ഷിച്ചാലും രോഗിയോ രോഗിയുടെ അടുത്ത ബന്ധുക്കളോ ആവശ്യപ്പെട്ടാൽ അതിന്റെ സർട്ടിഫൈ ചെയ്ത പകർപ്പുകൾ നിങ്ങൾക്ക് നൽകാൻ ആശുപത്രികൾ നിയമപരമായി ബാധ്യസ്ഥരാണ്. ഇനി ഇതിന്റെ കൃത്യമായ നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം. വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ NMC, അതായത് പഴയ MCI, പ്രൊഫഷണൽ കോണ്ടക്ട് ആൻഡ് എത്തിക്സ് റെഗുലേഷൻ 2002 അനുസരിച്ച് കിടത്തി ചികിത്സിച്ച രോഗികളുടെ മെഡിക്കൽ റെക്കോർഡുകൾ കുറഞ്ഞത് 3 വർഷത്തേക്ക് ആശുപത്രികളും ഡോക്ടർമാരും നിർബന്ധമായും സൂക്ഷിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. ഇനി രോഗിയോ രോഗി ചുമതലപ്പെടുത്തിയ ആളോ അല്ലെങ്കിൽ നിയമപരമായ അധികാരികളോ രേഖാമൂലം ഇതിന് അപേക്ഷിച്ചാൽ കൃത്യമായി 72 മണിക്കൂറിനുള്ളിൽ, അതായത് 3 ദിവസത്തിനുള്ളിൽ റെക്കോർഡുകളുടെ പകർപ്പുകൾ വിട്ടു നൽകിയിരിക്കണം. അപേക്ഷ ലഭിച്ച് 72 മണിക്കൂറിനുള്ളിൽ രേഖകൾ നൽകാൻ മടിക്കുന്നതോ നിരസിക്കുന്നതോ പ്രൊഫഷണൽ എത്തിക്സിന് വിരുദ്ധമാണ്, പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ആണ്. ഇങ്ങനെ ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കാനും ലൈസൻസ് റദ്ദാക്കാനും മെഡിക്കൽ കൗൺസിലിന് അധികാരമുണ്ടെന്നുള്ള കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മുടെ കേരളത്തിലെ നിയമം എന്താണെന്നൊന്ന് പരിശോധിക്കാം. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 2018 പ്രകാരം സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളും രോഗിയുടെ ചികിത്സാ വിവരങ്ങളും പരിശോധനാ ഫലങ്ങളും കൃത്യമായി രേഖപ്പെടുത്താനും അതിന്റെ പകർപ്പുകൾ രോഗിക്ക് നൽകാനും ബാധ്യസ്ഥരാണ്. ഇതിൽ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഉണ്ടായ നിർണായകമായ ഒരു ഉത്തരവനുസരിച്ച് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡിസ്ചാർജ് സമ്മറിക്കൊപ്പം ECG എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്റേ, CT സ്കാൻ, ബ്ലഡ് റിപ്പോർട്ടുകൾ തുടങ്ങിയ എല്ലാ പരിശോധനാ ഫലങ്ങളും നിർബന്ധമായും അതും സൗജന്യമായി രോഗിക്ക് കൈമാറിയിരിക്കണമെന്നാണ് വ്യവസ്ഥ. രോഗിയുടെ അവകാശങ്ങളും സ്ഥാപനത്തിലെ സേവന നിരക്കുകളും മലയാളത്തിലും ഇംഗ്ലീഷിലും ആശുപത്രികളിൽ വ്യക്തമായി പ്രദർശിപ്പിച്ചിരിക്കണമെന്നും നിയമമുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ആശുപത്രി ബിൽ തുക മുഴുവൻ അടച്ചില്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ തടഞ്ഞു വെക്കാൻ ആശുപത്രിക്ക് അവകാശമുണ്ടോ? അങ്ങനെ പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ബില്ല് മുഴുവൻ പേ ചെയ്യുക, അത് കഴിയുമ്പോൾ ഇതെല്ലാം തരാമെന്ന്. എന്നാൽ വാസ്തവത്തിൽ ഇങ്ങനെ ബലം പിടിക്കാൻ അവർക്ക് യാതൊരു അവകാശമില്ല. യാതൊരു നിയമപരമായ അവകാശത്തിനുമല്ല അവരിത് പറയുന്നത്. ബിൽ കുടിശ്ശിക ഈടാക്കാൻ ആശുപത്രികൾക്ക് സിവിൽ കോടതി വഴിയോ മറ്റ് നിയമപരമായ വഴികളോ സ്വീകരിക്കാം. എന്നാൽ രോഗിയുടെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ ഡിസ്ചാർജ് സമ്മറിയോ മറ്റു മെഡിക്കൽ റിപ്പോർട്ടുകളോ സാമ്പത്തിക തർക്കത്തിന്റെ പേരിൽ തടഞ്ഞു വെക്കുന്നത് നിയമപരമായി ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് തന്നെയാണെന്ന് കോടതികളും സംസ്ഥാന ആരോഗ്യ വകുപ്പും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഒരു ആശുപത്രിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കേണ്ട രേഖകളിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് നോക്കാം. ഉടനടി ലഭിക്കേണ്ടവ ഇവയൊക്കെയാണ്: ഡിസ്ചാർജ് സമ്മറി, ഇനവിവരങ്ങൾ അടങ്ങിയ അന്തിമ ബില്ല്, ലാബ് ആൻഡ് സ്കാനിംഗ് റിപ്പോർട്ടുകൾ. അപേക്ഷിച്ചാൽ 72 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ പറയാം. ഇൻപേഷ്യന്റ് കേസ് ഷീറ്റ്, ഡോക്ടർമാരുടെ ഡെയിലി പ്രോഗ്രസ് നോട്ട്സ്, ഓപ്പറേഷൻ തിയേറ്റർ നോട്ട്സ് ആൻഡ് അനസ്തേഷ്യ റെക്കോർഡ്സ്, നഴ്സിംഗ് നോട്ട്സും മറ്റ് നൽകിയ മരുന്നുകളുടെ വിവരങ്ങളും, നിങ്ങൾ ഒപ്പിട്ട് നൽകിയ സമ്മതപത്രങ്ങളുടെ പകർപ്പുകൾ. അതിനെപ്പറ്റി പറഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ വളരെ സമ്മർദ്ദത്തിലിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ പേപ്പറുകളൊക്കെ നമ്മളെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നത്. ഇങ്ങനെ ഒപ്പിടിപ്പിച്ച എല്ലാ പേപ്പറുകളുടെയും പകർപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങളുടെ ഹോസ്പിറ്റൽ ഈ റിപ്പോർട്ടുകൾ തരാൻ മടിച്ചാൽ നിങ്ങൾ സ്വീകരിക്കേണ്ട കൃത്യമായ നടപടികളെക്കുറിച്ചും പറയാം. ഒന്നാമതായി, ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ടിനോ മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിനോ വിലാസത്തിൽ രേഖാമൂലം അപേക്ഷ നൽകുക. NMC റെഗുലേഷൻ പ്രകാരം 72 മണിക്കൂറിനുള്ളിൽ പകർപ്പ് നൽകണമെന്ന് ആവശ്യപ്പെടുക. നൽകിയ അപേക്ഷയുടെ ഒപ്പുവെച്ച റെസിപ്റ്റ് വാങ്ങി സൂക്ഷിക്കണം. രണ്ടാമതായി,
ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം എല്ലാ ആശുപത്രിയിലും പരാതി പരിഹാര ഓഫീസറുണ്ടാവും. ഇദ്ദേഹത്തിന് ഒരു പരാതി നൽകുക. 7 ദിവസത്തിനകം നിങ്ങൾക്ക് പരിഹാരം ലഭിച്ചിരിക്കണം. അടുത്ത ഘട്ടം ജില്ലാ മെഡിക്കൽ ഓഫീസർ. അപ്പോഴും നടപടിയില്ലെങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിങ്ങൾക്ക് പരാതി നൽകാം. ഗുരുതരമായ ലംഘനം കണ്ടെത്തിയാൽ സ്ഥാപനത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും വേണ്ടിവന്നാൽ റദ്ദാക്കാനും വരെ DMOയ്ക്ക് അധികാരമുണ്ട്. അടുത്ത ഘട്ടം സംസ്ഥാന മെഡിക്കൽ കൗൺസിലിനാണ്. ഡോക്ടറോ ആശുപത്രിയോ റിപ്പോർട്ട് നിഷേധിക്കുന്നത് പ്രൊഫഷണൽ എത്തിക്സിന് നിരക്കുന്നതല്ലാത്തതിനാൽ ട്രാവൻകൂർ കൊച്ചി മെഡിക്കൽ കൗൺസിലിൽ നിങ്ങൾക്ക് ഒരു പരാതി നൽകാം. എന്നിട്ടും നടന്നില്ല എങ്കിൽ ഉപഭോക്തൃ കോടതി, കൺസ്യൂമർ കോർട്ട് റിപ്പോർട്ട് തടഞ്ഞു വെക്കുന്നത് സേവനത്തിലെ ന്യൂനത തന്നെയാണ് എന്നതിനാൽ ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിലോ ഈ ജാഗ്രതി പോർട്ടൽ വഴിയോ കേസ് ഫയൽ ചെയ്ത് നഷ്ടപരിഹാരം ഈടാക്കാം. ഈ കമ്മീഷനിൽ നിന്നും നഷ്ടപരിഹാരം അനുവദിക്കുമോ എന്നത് ഓരോ കേസിലെയും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടാവും എന്നതും ഓർക്കണം. അപ്പോൾ ആരോഗ്യ സംരക്ഷണം പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ രോഗവിവരങ്ങൾ അറിയാനുള്ള അവകാശവും. അടുത്ത തവണ ഏതെങ്കിലും ആശുപത്രി മെഡിക്കൽ റിപ്പോർട്ടുകൾ തരാൻ പറ്റില്ലെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യമായി ഈ നിയമം ഒന്ന് ചൂണ്ടിക്കാണിക്കുക. ഈ വിവരം എല്ലാവരിലേക്കും എത്തിക്കാൻ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഉപയോഗപ്രദമായ നിയമ, ആരോഗ്യ, ഇൻഫോർമേറ്റീവ് വിവരങ്ങൾക്കായി വീണ്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.